മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും സംശയമാണ് അത് വിജയിക്കുവാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നത്. മത്സര പരീക്ഷകൾ വിജയിക്കുവാനുള്ള 4 ചവിട്ടുപടികളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒന്നാമത്തേതാണ് ഡ്രീംസ്. അതെ, സ്വപ്നം കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലി നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ജോലി വളരെ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്നാണ്. ഇതുതന്നെയാണ് മത്സര പരീക്ഷകൾ വിജയിക്കുവാനുള്ള ഒന്നാമത്തെ ചവിട്ടുപടി എന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് പ്ലാൻ. ഡ്രീം മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് എത്ര നാൾ ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കണോ അതോ ഏതെങ്കിലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് പഠിക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റേജിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാനിംഗ് സ്റ്റേജ് പ്രോപ്പർ ആണെങ്കിൽ മുന്നോട്ടുള്ള സ്റ്റേജുകൾ നമുക്ക് എളുപ്പമായിരിക്കും. മൂന്നാമത്തെ സ്റ്റേജാണ് ആക്ഷൻ. ഒരുപാട് പേർക്ക് കാലിടറുന്ന ഒരു സ്റ്റേജാണിത്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത്. ചിലപ്പോൾ അതിരാവിലെ ഉണർന്ന് പഠിക്കേണ്ടി വരും, ചിലപ്പോൾ പകൽ മുഴുവൻ പഠിക്കേണ്ടി വരും, ചിലപ്പോൾ രാത്രി ഏറെ വൈകിയും പഠിക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ ഒരു ജോലിയോടൊപ്പം അതിനിടയിൽ സമയം കണ്ടെത്തി പഠിക്കേണ്ടി വരും. ഇനി ഇതൊന്നുമല്ലെങ്കിലോ കുറെ നാളായല്ലോ പഠനം തുടങ്ങിയിട്ട് ഇതുവരെ ജോലിയൊന്നും ആയില്ലേ എന്നിങ്ങനെയുള്ള ചില നിരുത്സാഹപ്പെടുത്തുന്ന ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ ഒക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് കടക്കുന്നവർ 4ാമത് ഒരു സ്റ്റേജിൽ എത്തിച്ചേരും. അതാണ് സക്സസ്. 4ാമത്തെ ചവിട്ടുപടിയായ സക്സസിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളും. നിങ്ങൾ എന്തിനു വേണ്ടി തീവ്രമായി സ്വപ്നം കണ്ടുവോ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരിക്കും. ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കാൻ സൈലവും കൂടെയുണ്ട്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഹാപ്പി ലേണിംഗ്.